Divisional Accountant Officer, important question, part 1, Depreciation Sinking Fund, Reserve Fund, Secret Reserve. അതിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഡിപ്രീസിയേഷൻ്റെ മീനിങ്ങും ഡെഫിനിഷനുമാണ്. നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ഇമ്മീഡിയറ്റ് യൂസ് ഈസ് നോൺ ആസ്. അസറ്റുകൾ ഒരു ബിസിനസ്സിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഗുഡ്സുകളെ വിളിക്കുന്ന പേരെന്താണ്? ഇമ്മീഡിയറ്റ്, അതായത് ഷോർട്ട് പീരീഡിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റുകൾ. നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിറ്റി ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റുകളൊക്കെ അല്ലേ ആദ്യം അസറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പം ഒരുപാട് കറണ്ട് അസറ്റുകൾ ഒരു ബിസിനസ്സിലുണ്ട്. ക്യാഷ് ഉണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? കറണ്ട് അസറ്റുകൾക്ക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലോങ് ടേം അല്ലെങ്കിൽ പ്രീ ലോങ് ആസ് യൂസീസ്. അപ്പം ഇവിടെ എന്താണ്? ലോങ് ടേമിലേക്ക് ഫേമിലെ യൂസ് ചെയ്യുന്ന അസറ്റുകൾ ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റുകൾ എന്നാണ് അതിനെ പൊതുവെ വിളിക്കുന്നത്. ഒരുപാട് ഫിക്സഡ് അസറ്റുകളുണ്ട്. അത് ബിസിനസ് റൺ ചെയ്ത് ബിസിനസ് ഉള്ള കാലം മുഴുവൻ ആ അസറ്റും കൂടെ കാണും. അതിനെ വിളിക്കുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റുകൾ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സാമ്പിൾസ് ഫോർ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾസ് ഏതൊക്കെയുണ്ട്? ക്യാഷ് ബില്ലുണ്ട്, റിസീവബിൾസ് ഉണ്ട്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക് എക്സെട്ര. അപ്പം സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത് കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ആണ്. ഡെറ്റേഴ്സ് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ബിസിനസ്സിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയവരെ ബിസിനസ് വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ് എന്ന്. അവർ നമുക്ക് 1 ഇയറിനുള്ളിൽ എമൗണ്ട് തരും, അല്ലെങ്കിൽ 1 മന്ത്. 1 ഇയറിനുള്ളിൽ കിട്ടുന്ന എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളതിന് കറണ്ട് അസറ്റ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫിക്സഡ് അസറ്റ്, നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫർണിച്ചർ ഉണ്ട്, മെഷീനറി ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ഇതെല്ലാം ഫിക്സഡ് നേച്ചറിലുള്ള അസറ്റുകളാണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫിക്സഡ് അസറ്റ് ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ആൻഡ് കൺസിസ്റ്റന്റ് യൂസ് ഓഫ് സച്ച് അസറ്റ് ലീഡ്സ് ടു ഡാഷ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അപ്പോൾ എന്താണ്? ഒരു കൺസിസ്റ്റന്റ് യൂസ് ഫിക്സഡ് അസറ്റിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഇപ്പോൾ ഒരു മെഷീനറി നമ്മൾ വാങ്ങിച്ചു, അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷവും അതിന് എന്തുണ്ടാവുന്നുണ്ട്? ലോസ് ഉണ്ടാവുന്നുണ്ട്. അത് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ടു കൺസിസ്റ്റന്റ് യൂസ്, എക്സ്പയറി ഓഫ് ടൈം, ഒബ്സലൻസ് ഈസ് നോൺ ആസ്. അപ്പം ആ ഒരു ടേമിനെ, നമുക്കുണ്ടാവുന്ന ലോസിനെ അല്ലെങ്കിൽ ഡിക്രീസിനെ വിളിക്കുന്ന, ഫിക്സഡ് അസറ്റിന് ഉണ്ടാവുന്ന ഡിക്രീസിനെ അല്ലെങ്കിൽ ലോസിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിപ്രീസിയേഷൻ, തേയ്മാനം. ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് ഡ്യൂ ടു ദ കൺസിസ്റ്റന്റ് യൂസ്, എക്സ്പയറി ഓഫ് ടൈം, ഒബ്സലൻസ് ഈസ് നോൺ ആസ് ഡിപ്രീസിയേഷൻ. ഏഴാമത്, ഡിപ്രീസിയേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡാഷ് ഇൻ ദ വാല്യൂ ഓഫ് യൂട്ടിലിറ്റി ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ ഉണ്ടാവുന്ന വാല്യൂവിലുണ്ടാവുന്ന ലോസിനെയാണ്. അപ്പോൾ ആൻസർ എന്താ? ലോസ്. ഡിപ്രീസിയേഷൻ ക്യാൻ ബി എക്സ്പ്രസ്, നമ്മൾ എന്താണ് ലോസ് ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വാല്യൂവിലുണ്ടാവുന്ന ലോസ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിപ്രീസിയേഷൻ ഈസ് ഡാഷ് ആൻഡ് ഡാഷ് ഡിമിനിഷൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് വാല്യൂ ഓഫ് ആൻ അസറ്റ്. അപ്പം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു പെർമനന്റ് നേച്ചറാണ്, പെർമനന്റ് ആൻഡ് കണ്ടിന്യൂയിങ്ങും ആണ്. അപ്പം ഡിപ്രീസിയേഷൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഫിക്സഡ് അസറ്റ് ഇന്ന് വരെ ബിസിനസ്സിലുണ്ടോ, അപ്പോൾ അത് അന്ന് വരെയും കണ്ടിന്യൂയിങ് നേച്ചറാണ്, പെർമനന്റ് നേച്ചറുമാണ്. അടുത്തൊരു ഡെഫിനിഷനാണ് JH ബർഡൻ്റെ ഡെഫിനിഷൻ. ഇപ്പം PC ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഓരോ ഡെഫിനിഷൻസ് തന്നിട്ട് അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേം ഡിപ്രീസിയേഷൻ എന്നുള്ള ടേം ഒരുപാട് പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം JH ബർഡൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു വാക്ക് സ്ട്രൈക്ക് ചെയ്ത് വെച്ച് പഠിക്കുമ്പോൾ അത് ഓർമ്മ കിട്ടും. അപ്പം എവിടെയെന്ന് വെച്ചാൽ, ഡിപ്രീസിയേഷൻ ഈസ് ദ shrinkage in the value of an asset at a given date as compared with the value of previous date according to JH ബർഡൻ. അപ്പോൾ അക്കോർഡിംഗ് ടു JH ബർഡൻ എന്താണ് ഡിപ്രീസിയേഷനെ പറ്റി പറയുന്നത്? shrinkage in the value of an asset. shrinkage മീൻസ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ആൻ അസറ്റ് തന്നെയാണ്.
ഗീവൺ ഡേറ്റ്, ഒരു ഡേറ്റിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണല്ലോ നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് ദി പ്രീവിയസ് ഡേറ്റ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യുകയാണ്, നമ്മൾ വാങ്ങിച്ച സമയത്തുള്ള വാല്യൂവും ഇപ്പോൾ ഉള്ള വാല്യൂവും. ഇപ്പോൾ 2020 വാങ്ങിച്ച അസറ്റ് 2025 ആകുമ്പോഴത്തേക്കും അതിന് എന്തുണ്ടാവുന്നുണ്ട്? ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണെന്നാണ് JH ബർഡൻ ഡിപ്രീസിയേഷനെ പറ്റി പറയുന്നത്. അടുത്തത് ഒരു ഡെഫിനിഷനാണ്. ആര് പറഞ്ഞതാണ്? സ്പൈസർ ആൻഡ് പ്ലഗർ പറഞ്ഞൊരു ഡെഫിനിഷനാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഡിപ്രീസിയേഷനെ പറ്റി? ഡിപ്രീസിയേഷൻ ഈസ് ദ മെഷർ ഇൻ ദ എക്സോഷൻ ഓഫ് ദി എഫക്റ്റീവ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഫ്രം എനി കാസ്റ്റ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. അപ്പോൾ എന്താണ് സ്പൈസർ പറഞ്ഞേക്കുന്നത്? ഡെഫിനിഷനാണ്. സ്പൈസറുടെ ഡെഫിനിഷൻ മിക്കപ്പോഴും PSCയിൽ അക്കൗണ്ടൻസി പാർട്ടിൽ ചോദിക്കുന്നതാണ് ഡിപ്രീസിയേഷനെ പറ്റി. അപ്പോൾ അത് ഏതെങ്കിലും ഒരു വാക്ക് സ്ട്രൈക്ക് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക. പറഞ്ഞ ആളുടെയും ഡെഫിനിഷനകത്തുള്ള ഏതെങ്കിലും ഒരു വാക്ക് കണക്ട് ചെയ്ത് പഠിച്ചാൽ അത് കിട്ടും. ഡിപ്രീസിയേഷൻ ഈസ് ദ മെഷർ ഓഫ് ദി എക്സോഷൻ ഓഫ് ദി എഫക്റ്റീവ് വാല്യൂ ഓഫ് ആൻ അസറ്റ്. അതായത് അസറ്റിൻ്റെ എഫക്റ്റീവ് വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെ ഡ്യൂറിങ് ദ ഗീവൺ പീരീഡ് ഓഫ് ടൈം, ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുവാണ്. എത്ര കുറവ് സംഭവിച്ചു ആ ഒരു ഒരു ഫിക്സഡ് അസറ്റിൻ്റെ ലൈഫിൽ എത്ര കുറവ് സംഭവിച്ചു എന്ന് മെഷർ ചെയ്യുന്നതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം നേരത്തെ JH ബർഡൻ എന്താണ് ആ ഒരു ഷ്രിങ്കേജിൻ്റെ വാല്യൂ വെച്ച് നോക്കുക. ഇവിടെയെന്ന് വെച്ചാൽ അത് മെഷർ ചെയ്യുവാണ്. സ്പൈസർ എന്ത് ചെയ്യുകയാണ്? അത് മെഷർ ചെയ്യുവാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഡെഫിനിഷൻസ് നോക്കി വെക്കണം. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ ഈസ് പെർമനൻറ്റ് ഇൻ നേച്ചർ വൈൽ ഫ്ലക്ച്വേഷൻ ഈസ് ഡാഷ്. അപ്പം നമുക്ക് രണ്ട് വാക്കും ഏകദേശം ഒരുപോലൊക്കെ തോന്നും, ഡിപ്രീസിയേഷനും ഫ്ലക്ച്വേഷനും. പക്ഷേ അപ്പോൾ എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു പെർമനൻ്റ് ആണ്. അത് ബിസിനസ് ഉള്ള കാലം മൊത്തം അത് പെർമനൻ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഫ്ലക്ച്വേഷൻ എങ്ങനെയാണോ? ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് അതെന്താണ്? ഒരു ടെമ്പററി ഇൻ നേച്ചറാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കല്ലാതെ ഓരോ പ്രൈസിൽ, ഓയിലിൻ്റെ പ്രൈസിൽ, ഗോൾഡിൻ്റെ പ്രൈസിലൊക്കെ നമുക്ക് അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അത് കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ അതൊരു ടെമ്പററി നേച്ചറാണ്, പെർമനൻ്റ് നേച്ചർ അല്ല ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 11. ബോത്ത് ഡിപ്രീസിയേഷൻ ആൻഡ് ഫ്ലക്ച്വേഷൻ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദ വാല്യൂ. അതെ, ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നതും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതും നമുക്ക് ഒരു അസറ്റിലുണ്ടാവുന്ന വാല്യൂവിലുണ്ടാവുന്ന മാറ്റങ്ങളാണ്. ഡിപ്രീസിയേഷൻ എപ്പോഴും ഒരു ഡിക്രീസിൽ പോവും. ഫ്ലക്ച്വേഷൻ ബോത്ത് ഡിക്രീസും ഉണ്ട് ഇൻക്രീസും ഉണ്ട്. നെക്സ്റ്റ് അത് എന്തിനാണ് വരുന്നത്? രണ്ടും അസറ്റിനാണ് വരുന്നത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ റെഫേഴ്സ് ടു ഡാഷ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഡിപ്രീസിയേഷൻ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു പോകുന്നതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 13. ഫ്ലക്ച്വേഷൻ റെഫേഴ്സ് ടു ഡാഷ് ഇൻ ദ വാല്യൂ ഓഫ് ദി കറണ്ട് അസറ്റ്. ഫ്ലക്ച്വേഷൻ ഞാൻ പറഞ്ഞു നേരത്തെ, ഫ്ലക്ച്വേഷൻ രണ്ടും ഉണ്ടാവുന്നുണ്ട്, ബോത്ത് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ദി കറണ്ട് അസറ്റ്. അടുത്തത് 14. ഡിപ്രീസിയേഷൻ ഈസ് പെർമനൻ്റ് ഇൻ നേച്ചർ വൈൽ ഫ്ലക്ച്വേഷൻ ഈസ്. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഡിക്രീസോ ഇൻക്രീസോ വരാം. അത് എന്തുവാണ്? ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പററി ഇൻ നേച്ചറുമാണ്. തിരിഞ്ഞു പോരുത്. ഡിപ്രീസിയേഷൻ പെർമനൻ്റ് ആണ്, ഫ്ലക്ച്വേഷൻ ടെമ്പററി ആണ്. 15. ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ബ്രിങ്സ് എ ചാർജ് അഗൻസ്റ്റ് ദ പ്രോഫിറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ്. അപ്പം നമ്മൾ ഡിപ്രീസിയേഷനിൽ ഉണ്ടാവുന്ന ചാർജ് പ്രോഫിറ്റിൽ എങ്ങനെയാണ് ഡെബിറ്റ് ടു ദ എന്തിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസേൺഡ് അസറ്റ് കുറവ് സംഭവിക്കുകയല്ലേ. അപ്പോൾ ഡിപ്രീസിയേഷനുള്ള എമൗണ്ട് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. കൂടാതെ എവിടെ കാണിക്കും? P&L അക്കൗണ്ടിൽ കൺസേൺഡ് ഫിക്സഡ് അസറ്റിൽ നിന്നും ലെസ് ചെയ്ത് കാണിക്കും ഡിപ്രീസിയേഷൻ എമൗണ്ട്. അപ്പം ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ബ്രിങ് എ ചാർജ് അഗൻസ്റ്റ് ദ പ്രോഫിറ്റ് ഈസ് ഡെബിറ്റഡ് ടു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണിക്കും. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഡിപ്രീസിയേഷൻ ഈസ് ബേസ്ഡ് ഓൺ. ഡിപ്രീസിയേഷൻ ബേസ്ഡ് ഓൺ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ?
എന്താ കോസ്റ്റ് ഓഫ് അസറ്റ് കൺസ്യൂംഡ് ഇൻ ദ ബിസിനസ് ആൻഡ് നോട്ട് ഇൻ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ. ഡിപ്രീസിയേഷൻ എപ്പോഴും നമ്മൾ ആ അസറ്റിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കൺസേൺഡ് അസറ്റിന്റെ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ പറയുന്നത്. എന്തിനെ ബേസ് ചെയ്തിട്ടല്ല? മാർക്കറ്റ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പം മാർക്കറ്റ് വാല്യൂ ഇങ്ങനെ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ 2020 വാങ്ങിച്ച ഒരു മെഷീനറി, ആ മെഷീനറിക്ക് 1,00,000 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ മെഷീനറി കൺസ്യൂം ചെയ്ത കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്നത്. അല്ലാതെ ഇപ്പോൾ 2020 വാങ്ങിച്ച് 2025 ആ മെഷീനറിക്ക് 1,50,000 1,80,000 ഒക്കെ ഉണ്ടാവും. അപ്പം മാർക്കറ്റ് വാല്യൂ നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ആ വാങ്ങിച്ച സമയത്ത് അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണോ അത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഏതിലെ? ഡിപ്രീസിയേഷനിൽ. നെക്സ്റ്റ് ഒരു ഡെഫിനിഷനാണ് ICMA. എന്താണ് ഫുൾ ഫോം? ICMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. എവിടെയാണ്? ലണ്ടനിൽ. അവർ പറഞ്ഞേക്കുന്ന ഒരു ഡെഫിനിഷനാണ് ഡിപ്രീസിയേഷനെ പറ്റി. ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിമിനിഷൻ ഇൻ ദ ഇൻട്രൻസിക് വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു യൂസ് ആൻഡ് ഓർ ലാപ്സ് ഓഫ് ടൈം. അക്കോർഡിംഗ് ടു ടെക്നോളജി ഓഫ്. അപ്പോൾ ടെക്നോളജി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അവർ പറഞ്ഞ ICMA പറഞ്ഞ ഒരു ഡെഫിനിഷനാണ് എന്തിന്? ഡിപ്രീസിയേഷൻ ഈസ് ദ ഡിമിനിഷൻ ഇൻ ദ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ. ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു ഫേമിൽ ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന അവരുടെ ഫിക്സഡ് അസറ്റിന്റെ കുറവില്ല, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻട്രൻസിക് വാല്യൂ ഒക്കെ നമുക്ക് മുമ്പോട്ട് പഠിക്കും. അത് ഇൻട്രൻസിക് വാല്യൂ ആ ടേം അതാണ്. ഇൻട്രൻസിക് വാല്യൂ റിലേറ്റഡ് ടു ഡിപ്രീസിയേഷൻ ആണ് ഡ്യൂ ടു യൂസ് ആൻഡ് ലാപ്സ് ഓഫ് ടൈം. അതാണ് ഡെഫിനിഷൻ. ആര് പറഞ്ഞത്? ICMA ലണ്ടൻ പറഞ്ഞത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. അടുത്തത് 18ാമത്തത്, അതും ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഡിപ്രീസിയേഷന്. അപ്പം അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രീസിയേഷനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പല ഓതേഴ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ JH ബർഡനും സ്പൈസറും ഒക്കെ പറഞ്ഞ ഡെഫിനിഷൻ പഠിച്ചു. ഇവിടെ നമ്മൾ ICMA, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റും, അടുത്ത പഠിക്കാൻ പോണത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, അതായത് ICAI എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞ ഡെഫിനിഷനാണ്. എന്താണ്? 18 അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 6 ഇഷ്യൂഡ് ബൈ. അപ്പം ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയൊക്കെ പറയുന്നതും അതൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ് 6 ഇഷ്യൂഡ് ബൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ, ICAI ഡിഫൈൻസ് ഡിപ്രീസിയേഷൻ ആസ്. അപ്പോൾ അതൊരു വലിയൊരു ഡെഫിനിഷനാണ്. നമുക്ക് ജസ്റ്റ് വായിക്കാം അതെന്താണ്. PSCക്ക് ചിലപ്പം അറിയില്ല, ICMAയുടേതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇത്രയും വലിയൊരു ഡെഫിനിഷനാണ്. നമുക്ക് എന്നാലും വായിച്ചത് എന്താണെന്ന് നോക്കാം. എ മെഷർ ഓഫ് ദി വെയറിംഗ് ഔട്ട് കൺസംഷൻ ഓർ other loss of value of depreciable asset arising from use, reflection of the time or obsolescence through technology and market change. Depreciation is allowed so as to change fair proportion of depreciable amount in each accounting period during the expected useful time of the asset. Depreciation include amortization of asset whose useful life is predetermined. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന ഓരോ വരിയിലും ഓരോ മീനിങ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഉപയോഗിക്കും തോറും എന്ത് ചെയ്യും? വെയർ ആൻഡ് ടിയർ എന്ന് പറയുന്നത് അതാണ് ഡിപ്രീസിയേഷൻ. ഉപയോഗിക്കും തോറും ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരും. അതിനൊരു പ്രൊപ്പോർഷൻ വെച്ചിട്ടുണ്ട്. നമ്മളൊരു യൂസ്ഫുൾ ലൈഫ് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മെഷീനറി വാങ്ങിച്ചു, ആ മെഷീനറി നമ്മൾ ഒരു 5 വർഷത്തേക്ക് യൂസ് ചെയ്യുമ്പോൾ 5 വർഷവും നമ്മൾ ഓരോ വർഷവും ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഓരോ വർഷവും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ ഇനത്തിൽ എമൗണ്ടുകൾ മാറ്റുന്നുണ്ട്. നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് ലൈഫ് അതിന് പറയുന്നുണ്ട്, യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ അവിടെ യൂസ്ഫുൾ ലൈഫ് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷമാണ് ആ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്
ഫർണിച്ചർ മെഷീനറി വാങ്ങിച്ച സമയത്തുള്ള കോസ്റ്റ്, സ്ക്രാപ്പ് വാല്യൂ, പിന്നെ വിറ്റപ്പോൾ 5 വർഷം കഴിഞ്ഞത് വിറ്റപ്പോൾ കിട്ടുന്ന വാല്യൂ. അപ്പം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ്. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ പറയുന്നതിലും ഓരോ വരിയിലും ഡെഫിനിഷൻ എന്താണ്, ഡിപ്രീസിയേഷനെ പറ്റി പറയുന്നുണ്ട്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും. കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് PSCക്ക് ആ ഡെഫിനിഷനും. പിന്നെ സ്പൈസറുടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.